ഹായ് ഹലോ, ഓഡിയോ വീഡിയോ സ്ക്രീൻ ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണ് മാം. സോ വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. ഡീൽ ചെയ്യാൻ പോണത് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. അപ്പോ എന്താണ് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു പേടി സ്വപ്നമൊക്കെ ആയിരിക്കും ഡാറ്റ ലോജിക്കൽ റീസണിങ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഡാറ്റ എന്നുള്ളത് ബേസിക്കലി നമ്മൾ മാത്സിൽ എത്രത്തോളം സ്ട്രോങ് ആണ്, പിന്നെ നമ്മുടെ ഒരു ആ ടേബിൾ നമുക്ക് എത്ര റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഡാറ്റയുടെ നമ്മൾ സ്കോറിനെ നിർണ്ണയിക്കുന്ന ഘടകം എന്നുള്ളത്. ഇത് രണ്ടും ഇമ്പ്രൂവ് ആവുക ബൈ പ്രാക്ടീസ് തന്നെയാണ്. സോ ഇതിന്റെയൊക്കെ ഒരു കീ കിടക്കുന്നത് ഇപ്പൊ മാത്തമാറ്റിക്കൽ റീസണിങ് ആയാലും ഡാറ്റ ആയാലും ലോജിക്കൽ റീസണിങ് ആയാലും ഈ 3 ഏരിയയിലും ആ ഒരു സ്കോർ ചെയ്യാനുള്ള കീ കിടക്കുന്നത് നിങ്ങളുടെ ഒരു കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആണ്. മാക്സിമം PYQs പ്രാക്ടീസ് ചെയ്ത് പോയ ഒരാളെ സംബന്ധിച്ച് എന്താണ് പെട്ടെന്ന് എന്തായാലും ആ ഒരു സ്കോർ ഗ്യാരണ്ടിയാണ്, 10 മാർക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ളത്. ഡാറ്റ വല്ലാണ്ട് ടഫ് ഒന്നും ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഡാറ്റയിലേക്ക് തന്നെ വരികയാണെങ്കിൽ എന്താണ് ഇതിൽ ഒരു ഭാഗ്യത്തിന്റെ എലമെന്റും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പറയത്തില്ല, എന്നാലും എന്താണ് ചെറിയൊരു ഭാഗ്യത്തിന്റെ എലമെന്റ് കൂടി എന്ത് ഡാറ്റയിൽ വരാറുണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യും വളരെ എളുപ്പമുള്ള ഡാറ്റ ആയിരിക്കും, ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ സ്ഥലങ്ങളിൽ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ആ ടൈപ്പ് ഡാറ്റയും തരാറുണ്ട്. പിന്നെ 2 ടേബിൾ വരുന്ന ഡാറ്റ. നമ്മളിതില് വീഡിയോ സ്റ്റക്ക് ആയിരുന്നു മാം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? അല്ല, മാമിന്റെ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതൊന്നും കേട്ടില്ല. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇതുവരെ പറഞ്ഞ കേട്ടില്ല? ഇല്ല, സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഒരു സ്റ്റക്കായി. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് ഡാറ്റ ഇന്റർപ്രിറ്റേഷനെ പറ്റിയാണ്. ഈ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഡാറ്റ നമ്മൾ പലർക്കും എന്താണ് ഭയങ്കര പേടിയുള്ള ഒരു ഏരിയ ആയിരിക്കും ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, ലോജിക്കൽ റീസണിങ് ഒക്കെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിലിപ്പം 10 മാർക്കാണെങ്കിൽ ആ 10 മാർക്കും നമ്മൾക്ക് എങ്ങനെ കിട്ടാൻ പറ്റും? നമ്മൾ മാക്സിമം PYQs പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ കോർ ടോപ്പിക്സ് നിങ്ങൾ പ്രോ ആവുക. പെർസെൻറ്റേജ് എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുക, എങ്ങനെയാണ് പെർസെൻറ്റേജ് ഇൻക്രീസ്, പെർസെൻറ്റേജ് ഡിക്രീസ്. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം തറവാക്കുക. പിന്നെ ആവറേജ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയെങ്കിൽ ഡാറ്റയിൽ സ്കോർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഡാറ്റയിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ ഡാറ്റ തന്നെ 3 രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. ഒന്നെന്നുള്ളത് ഞാൻ ഈ കാണിച്ച പോലെ ഒരു സിംഗിൾ ടേബിൾ ഉണ്ടാവും. ആ സിംഗിൾ ടേബിളിൽ തന്നെ 1 മിനിറ്റ് ഓക്കെ. സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ് മാം. ഓക്കെ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഇതില് നമ്മൾ ചെയ്തത് ഈ ഒരു രീതിയിലുള്ള ഡാറ്റ ആയിരിക്കും. ചില സമയത്ത് നമുക്ക് ഉണ്ടാവുക ഡാറ്റയിൽ തന്നെ എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലത് എന്തായിരിക്കും ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ ആ ഒരു ഡാറ്റ ആ ഒരു ഇൻഫർമേഷനും കണ്ടെത്തിയിട്ട് വേണം എന്താണ് ക്വസ്റ്റ്യനിലേക്ക് വരാൻ എന്നുള്ളത്. ചിലത് 2 ടേബിൾ എന്നുള്ള രീതിയിലായിരിക്കും ഡാറ്റ തരിക. ഇതില് നമ്മള് നല്ല ഈസിയുള്ള ഡാറ്റയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഡാറ്റയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതില് എന്താണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനു മുന്നേ ഞങ്ങൾക്ക് പെർസെൻറ്റേജ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ, എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഏതോ ഒരു നമ്പറിന്റെ 60% ഒക്കെ ആണ് കാണുമെങ്കിൽ 60/100 ഓഫ് ദാറ്റ് നമ്പർ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം പെർസെൻറ്റേജ് കാണുക ചെയ്യാറ്.
ഇനി അഥവാ നമുക്ക് പെർസെന്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെന്റേജ് ഡിക്രീസും, ഇന്നൊരു വർഷം ഒരാളുടെ മന്ത്ലി വരുമാനം 3600 ആയിരുന്നു, നെക്സ്റ്റ് വർഷം അയാളുടെ മന്ത്ലി വരുമാനം 4000 ആയി. അപ്പൊ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്ന ഈ ഒരു പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ എന്നുള്ളത് ഈ ന്യൂ വാല്യൂ അഥവാ ഇപ്പോഴുള്ള വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്നുള്ളതാണ്. നിങ്ങളൊരു ഇക്വേഷൻ ആയിട്ട് എഴുതണേ. പെർസെന്റേജ് ഇൻക്രീസ് ഈസ് ഈക്വൽ ടു ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്നുള്ളതാണ് പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ. ഇന്നത്തെ നമ്മുടെ മാത്തമാറ്റിക്കൽ റീസണിംഗിൽ പെർസെന്റേജ് പറയാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. ഓക്കെ, ഇനി ഇങ്ങനെയൊക്കെ ഒരു സംഖ്യ കണ്ടാല് 3600 എന്നുള്ള സംഖ്യ കണ്ടാൽ ഇതിന്റെ 10% എത്രയാണെന്ന് വെച്ചാൽ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കളഞ്ഞാൽ മതി. ഓക്കെ, 360 ആണ് അതിന്റെ 10%. അതിന്റെ 1% എത്രയാണെന്ന് വെച്ചാൽ 36 ആണ് അതിന്റെ 1%. ഈ രീതിയിലും അതിൽ നിന്ന് തന്നെ നമ്മൾ അധികം കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റിയാൽ ഒന്നുകൂടി നമ്മൾ ഡാറ്റ ചെയ്യുന്നതിൽ നമ്മുടെ അക്യുറസിയും സ്പീഡും കൂടും. ഓക്കെ, പെർസെന്റേജ് കാണാന്നുള്ളത് ഇപ്പൊ ഒരു 3600ന്റെ 25% ആണ് നമുക്ക് കാണണമെങ്കിൽ നമുക്കറിയാം 3600ന്റെ 10% 360 ആണ്. അപ്പൊ 20% എത്രയായിരിക്കും? 360 പ്ലസ് 360 എന്നുള്ളതായിരിക്കും. എത്രയാണ്? 600, 720 ആണ്. പിന്നെ ഒരു 5 ആണുള്ളത്. ഈ 5 എന്നുള്ളത് 10% 360 ആണെങ്കിൽ അതിന്റെ പകുതി എത്രയായിരിക്കും? 360യുടെ പകുതി എടുക്കുക എന്നുള്ളതാണ്, 180 കാണുക എന്നുള്ളതാണ്. സോ 720 പ്ലസ് 180 ആയിരിക്കും അതിന്റെ 25% എന്നുള്ളത്. ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. അത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ 25/100 ഓഫ് 3600 എന്നുള്ളത് ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാം. ബട്ട് ഇത്ര കാൽക്കുലേഷൻസ് വരാതെ തന്നെ നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വിച്ച് മീൻസ് ഏതൊരു സംഖ്യ തന്നാലും അതിന്റെ ലാസ്റ്റത്തെ ഒരു ഡിജിറ്റ് പോയതാണ് അതിന്റെ 10%, ലാസ്റ്റ് 2 ഡിജിറ്റ് പോയതാണ് അതിന്റെ 1%. ഓക്കെ, അപ്പൊ 10% കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 5% ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുത്താൽ മതി. സോ ഇത്ര ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കാം. സോ അതൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം, ഡാറ്റയിലേക്ക് വരാം. അപ്പൊ ഓരോ ഡാറ്റ പറയുന്നതിനനുസരിച്ച് ഓരോ ഇക്വേഷൻസും കാര്യങ്ങളും പറയാം. സോ ഒന്നാമത്തെ ഡാറ്റ ഇതാണ്. The following table shows the number of buildings constructed in 6 different towns. ഇത് ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, the following table shows the number of buildings constructed in 6 different towns A to F of a state S over the 7 years from 2016 to 2022. 2016 മുതൽ 2022 വരെ ഒരു എസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് എ മുതൽ എഫ് വരെയുള്ള 6 ടൗണുകളിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബിൽഡിങ്ങുകളുടെ എണ്ണാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡാറ്റ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ഡാറ്റ തന്നിട്ടുണ്ട്. ABCDEF എന്നുള്ള 6 ടൗൺസ് ഉണ്ട്. 2016 മുതൽ 2022 വരെയുള്ള വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷത്തിലും ഓരോ ടൗണിലും എത്ര ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ടൗൺ ഡി ഇൻ 2018 വിത്ത് റെഫറൻസ് ടു ദ പ്രീവിയസ് ഇയർ. എന്താണ് ചോദ്യം? പെർസെന്റേജ് ഇൻക്രീസ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. The number of buildings constructed in town D. Town D യിലെ 2018 കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ബിൽഡിങ്ങുകളുടെ എണ്ണം എന്നുള്ളത് തൊട്ട് മുമ്പിലത്തെ വർഷത്തിലെ എണ്ണത്തിനേക്കാൾ എത്ര പെർസെന്റേജ് കൂടുതലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ചോദ്യം? ടൗൺ ഡിയിൽ 2018 കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളുടെ എണ്ണം തൊട്ട് മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ചിട്ട് എത്രത്തോളം പെർസെന്റേജ് കൂടുതലാണ് എന്നുള്ളതാണ്. എണ്ണം കൂടുതലാണ് എന്നുള്ളതല്ല, പെർസെന്റേജ് കൂടുതലാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ അറിയാലേ? എന്താണ് പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ? ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്നുള്ളതാണ് പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് ന്യൂ വാല്യൂ. ഇപ്പൊ ഉള്ളത് ഇതാണ്. 2018 എത്രയുണ്ട് അതിന് മുമ്പത്തെ വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള ശതമാന വർധനവാണ് കാണുന്നത്. അപ്പൊ ഇപ്പോഴുള്ള വാല്യൂ 3600 ആണ്. തൊട്ട് മുമ്പത്തെ വർഷം എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 2017 ആണല്ലോ. 2017 ടൗൺ ഡിയിൽ എത്ര ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്? 3500 ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ന്യൂ വാല്യൂ ഏതാന്ന് മനസ്സിലായി, ഓൾഡ് വാല്യൂ ഏതാന്ന് മനസ്സിലായി. ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100. ഓക്കെ, ഈ സീറോ ഇവിടുന്ന് ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, ഇപ്പൊ എത്ര ഉണ്ട്? 3600 എന്ന് 3500 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ചെറിയ കണക്കാണ്, നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാം. 100 കിട്ടും അല്ലെ? 100/35 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ തന്നെ ആൻസറിലേക്ക് എത്താം. 100/35 എന്നുള്ളത് 100 35 100 എത്രയാണോ? ഒരു 35 2 35 70 ആണ്. പിന്നെ 3 35 പോകുന്നില്ല. 105 ഉണ്ടെങ്കിൽ 3 35 പോകുന്നു. 2 പോയിന്റ് സംതിങ് ആണ് അവിടെ ആൻസർ എന്നുള്ളത്. നമുക്ക് ഡിവൈഡ് ചെയ്യാതെ എന്തായാലും ഓഫ് കോഴ്സ് കിട്ടുമല്ലോ. കിട്ടുന്നില്ലേ? മനസ്സിലാവുന്നില്ല എങ്ങനെ വരുന്നതെന്ന്? 100/35 ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 235 ആണ് 70, പിന്നെ 30 ആണ് വരിക. പിന്നെ 835 280. എഴുതാൻ പറ്റുന്നില്ല. 280 വരും കേട്ടോ. 835 280. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി 2.8 എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. സോ 2 പോയിന്റ് അല്ലെങ്കിൽ 2ല് തുടങ്ങുന്ന ഒരേ ഒരു ആൻസർ എവിടെയുള്ളൂ. സോ ഓപ്ഷൻ ബി നമുക്ക് ബബിൾ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഈ വാല്യൂ എടുത്തത് എങ്ങനെയാന്ന് പറഞ്ഞത്? 376. നിങ്ങൾ ഈ ടേബിളിലേക്ക് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഡൗട്ട് ചോദിച്ചോണ്ട് പറയല്ലോ കേട്ടോ. ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ്. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യുമ്പോൾ ഒന്നെന്നുള്ളത് ഒരു തരത്തിലും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. കാരണം ഒരുപാട് കോളവും ഡാറ്റയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓഫ്കോഴ്സ് മൈൻഡ് എവിടെയെങ്കിലൊക്കെ ശ്രദ്ധ പോയാലില്ലേ നമ്മളെ കയ്യിൽ നിന്ന് മൊത്തം പോകും. ഈ ചോദ്യം അത്ര കുഴപ്പമില്ല. ഇനി അങ്ങോട്ടേക്ക് വരുന്ന ചോദ്യത്തില് എന്താണ്, ഞാൻ എക്സാം എഴുതിയ ഒരു വർഷം December 2023 എനിക്കൊക്കെ കിട്ടിയത് ഭയങ്കര കുറെ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു ഡാറ്റ ആയിരുന്നു. സോ എനിക്കിപ്പോ ഇത് ചെയ്യുമ്പോ തന്നെ ഞാൻ ടെൻഷൻ വരുന്ന ഒരു ഭാഗത്ത്, അയ്യോ ഈ ഡാറ്റ കയ്യിൽ നിന്ന് പോവുക. കാരണം ഡാറ്റയൊക്കെ 10 മാർക്ക് ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. സോ ആ സാധനം അവിടെ ഉണ്ടാവരുത്. ഡിസ്ട്രാക്ട് ആവരുത്. ഡിസ്ട്രാക്ട് ആയ നമ്മളെ കയ്യിൽ നിന്ന് പോകും. പിന്നെന്താണ്, ഈ ടോം ആൻഡ് ജെറിയിൽ ടോം അടക്കം ഇങ്ങനെ ജെറിനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന സീനൊക്കെ ഇല്ലേ, അതുപോലെ നമ്മൾ ഡാറ്റയിലേക്ക് തുറിച്ചു നോക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ളൂ. അത് ഈ ഡാറ്റ നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് ഇങ്ങനെ വരുള്ളൂ. ഇന്ന ഇയർ ഇന്ന് വർക്ക് കണക്ക് എന്നുള്ളത്. ഇവിടുന്ന് എടുക്കുന്നതിൽ മാറിപ്പോയാലും ആൻസറിലേക്ക് തെറ്റിപ്പോകും. ഇവിടെ കോളം മാറിയാലും തെറ്റിപ്പോകും എന്നുള്ളതാണ്. അവിടെ സൂക്ഷിച്ചു നോക്കിയിട്ട് കോളം ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ടൗൺ ഡി ഇൻ 2018 വിത്ത് റെഫറൻസ് ടു ദ പ്രീവിയസ് ഇയർ? 2018 ടൗൺ ഡിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളുടെ എണ്ണം എന്നുള്ളത് തൊട്ട് മുന്നത്തെ വർഷത്തിനേക്കാൾ എത്രത്തോളം കൂടുതലാണ്? വിത്ത് റെഫറൻസ് ഓഫ് പെർസെന്റേജ്, ശതമാന കണക്കിൽ എത്ര കൂടുതലാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്തെടുക്കണം? 2018 ടൗൺ ഡിയിൽ കൺസ്ട്രക്ട് ചെയ്ത എന്താണ് ബിൽഡിങ്ങുകളുടെ എണ്ണം, നമ്പർ ഓഫ് ബിൽഡിങ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ടൗൺ ഡി ഇൻ ദ ഇയർ 2018 ഈസ് ഈക്വൽ ടു 3600 എന്നുള്ളത് ഈ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു വാല്യൂ കിട്ടിയല്ലോ. ചോദിച്ചിട്ടുള്ള എന്താണ്? വിത്ത് റെഫറൻസ് ടു ദ പ്രീവിയസ് ഇയർ, തൊട്ടു മുന്നത്തെ വർഷത്തെ അതേ സ്ഥലം ആയതുകൊണ്ടാണ് എന്തുള്ളത് സ്ഥലം പിന്നെ മെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, സോ തൊട്ട് മുന്നത്തെ വർഷത്തിലാണ് 3500. അഥവാ പ്രീവിയസ് ഇയറിലെ ബിൽഡിങ്ങുകളുടെ എണ്ണം എന്നുള്ളത് 3500 ആണ്. സോ ഈ 3500 നിന്ന് 3600 ആയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പെർസെന്റേജ് ഇൻക്രീസ് ആണ് നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പെർസെന്റേജ് ഇൻക്രീസ് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. അറിയാം, എന്താണ്? ഓൾഡ് വാല്യൂ ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 ആണ് പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂ വാല്യൂ അഥവാ ഇപ്പോഴുള്ള വാല്യൂ, അതാണ് ന്യൂ വാല്യൂ. അതെന്താണ്? 3600. വാല്യൂ എടുത്തത് മനസ്സിലായില്ലേ? 3600 എങ്ങനെ വന്നു, 3500 എങ്ങനെ വന്നു മനസ്സിലായില്ലേ? യെസ് മാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ന്യൂ വാല്യൂ ആണ്, ഇപ്പോഴത്തെ വാല്യൂ ആണ് ആദ്യം. അപ്പം 3600. ഇനി ഓൾഡ് വാല്യൂ ദാറ്റ് ഈസ് 3500 ബൈ ഓൾഡ് വാല്യൂ 3500 ഇൻറ്റു 100. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഈ 2 0 മൾട്ടിപ്ലിക്കേഷനിലുള്ള 2 0 ഈ 2 0 എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി 3600 3500 3500 കുറച്ചാൽ അത് 100 ആണ്. 100/35 ആണ്. അപ്പം ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 100/35 എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. എന്താണ് 100/35?
70 ആണ് വരിക എന്നുള്ളത്. അപ്പൊ 2 തവണ പോയിട്ടാണ് 70 വരുന്നത്. അപ്പൊ 2 ആണ് അവിടെ ആൻസർ. ഇവിടെ 2 തുടങ്ങുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണ്ട. 2 2-3 ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം, ആൻസറിലേക്ക് എത്താം. പക്ഷെ നമ്മൾക്ക് എന്താണ്, ഇവിടെ 2 തുടങ്ങുന്ന ഒരു ആൻസറേ ഉള്ളൂ, 2.85 എന്നുള്ളത്. ഇനി അഥവാ ടൈം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഒന്നും കൂടി കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹരിച്ചു നോക്കാം. 100/35, 235 70 ആണെന്ന് അറിയാം. 100 70 പോയാൽ 30 പോകില്ലല്ലോ, പോയിന്റ് ഇട്ട് കൊടുക്കുന്നു, ഒരു 0. 835 280 ആണ്. 835 280 ആണ്. പിന്നെന്ത് വരും, 20 വരും. ഇനി 200 ആക്കെ 535 200 ആണ്. 535 200. സോ എന്ത് ചെയ്യും, അവിടെ 2.85 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തും. ക്ലിയർ ആണോ? For each and everyone present here, ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, ഇക്വേഷൻ അപ്ലൈ ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ തന്നെ ഒരു ട്വിസ്റ്റ് കൂടി എനിക്ക് പറഞ്ഞുതരാനുണ്ട്. ഇത് ഡയറക്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പെർസെന്റേജ് ഇൻക്രീസ് ആണ്. ഓക്കെ, ആ സമയത്താണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. പെർസെന്റേജ് ഇൻക്രീസോ അല്ലെങ്കിൽ പെർസെന്റേജ് ഡിക്രീസിനോ ആണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാത്തടത്ത് ഇനി ഇവിടുത്തെ ചോദ്യം നോക്ക്, ഇത്ര പെർസെന്റേജ് ഓഫ് ഇത്ര നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണ്ട. 60ന്റെ 30% എത്ര എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 30/100 of 60. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ 2 വാല്യൂ ഉണ്ടാവും. ഈ 2 വാല്യൂ അല്ലെങ്കിൽ ഞാൻ പറയുന്നു 3200ന്റെ എത്ര ശതമാനമാണ് 3100, ആ രീതിയിലൊക്കെ ആണെങ്കിൽ 3100/3200 × 100 എന്നുള്ളതാണ് ആ രീതിയിൽ ഇന്ന് എത്ര പെർസെന്റേജ് ഓഫ് ഇത്ര എന്നുള്ള ചോദ്യത്തിന്റെ ഇക്വേഷൻ എന്നുള്ള ഇതാണ്. ഇവിടെ നമ്മൾ മറ്റേ പെർസെന്റേജ് അവിടെ ഉള്ളത് ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ. കാരണം ഇവിടെ നമുക്ക് 2 വാല്യൂ വരും. അപ്പൊ ഈ ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ബൈ ഓൾഡ് വാല്യൂ 100 എന്നുള്ള ആ ഒരു ഇക്വേഷൻ പോയി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പൊട്ടത്തെറ്റായിരിക്കും ആൻസർ കിട്ടും. ഇവിടെ ചോദിച്ച ചോദ്യം എന്നുള്ളത് നിങ്ങളോട് പെർസെന്റേജ് ഇൻക്രീസും ഡിക്രീസും കാണാൻ ചോദിച്ചിട്ടില്ല. ഇവിടെ ഇന്നതിന്റെ എത്ര ശതമാനമാണ് ഇന്ന്. ഓക്കെ, 1000ന്റെ എത്ര ശതമാനമാണ് 500 ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാ, 500/1000 × 100 അല്ലേ ചെയ്യാ. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അത് 50% ആണല്ലോ. 1000ന്റെ പകുതിയാണ് 500. സോ 50% ആയിരിക്കും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അക്രോസ് ദി സ്റ്റേറ്റ് എസ് the total number of buildings constructed in 2016. 2016 ഈ സ്റ്റേറ്റ് എസിൽ മുഴുവൻ അഥവാ ഈ 6 ടൗണുകളിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബിൽഡിങ്ങുകളുടെ എണ്ണം എന്നുള്ളത് approximately that percentage of total number of buildings constructed in 2018. 2018 കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളുടെ എണ്ണത്തിന്റെ എത്ര ശതമാനമാണെന്നുള്ളത്. അപ്പൊ ഇവിടെ സംബന്ധിച്ച് ചോദ്യം വായിച്ച് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും, 2018 കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങുകളുടെ എണ്ണം കണ്ടെത്തും, 2016 കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങുകളുടെ എണ്ണം കണ്ടെത്തും. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് ഇവിടെയും ചെയ്യും, ഓൾഡ് വാല്യൂ മൈനസ് ന്യൂ വാല്യൂ, ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ എന്നുള്ളത്. ഇവിടെ അതല്ല നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇന്നതിന്റെ ഈ 2016 ടോട്ടൽ ബിൽഡിങ്ങുകളുടെ എണ്ണം എന്നുള്ളത് 2018 ടോട്ടൽ ബിൽഡിങ്ങുകളുടെ എണ്ണത്തിന്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടൊരു വാല്യൂ കിട്ടും, ഈ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ വാല്യൂ ഇവിടുന്ന് ഒരു വാല്യൂ കിട്ടും, 2016 വാല്യൂ കിട്ടും, 2018 വാല്യൂ കിട്ടും. 100 കൊണ്ട് എന്തായത് ഗുണിച്ചാൽ അതെന്തായി, പെർസെന്റേജ് ആയി. ഓക്കെ, ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൂടെ, ഇത് കൂട്ടുക ഇത് കൂട്ടുക, ഇത് 2 കൂട്ടിക്കഴിഞ്ഞാൽ ഇന്നതിന്റെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് കാണാൻ ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഞാനൊരു കോൺഫിഡൻസ് കുറവ് പോലെ. 2016 ഒന്നുമില്ല മക്കളെ, 2016 നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. ഇത് കൂട്ടി നമുക്കൊരു വാല്യൂ കിട്ടും. 2018 നമ്മൾ കൂട്ടണം, ഇത് കൂട്ടി നമുക്കൊരു വാല്യൂ കിട്ടും. ഈ 2018 2016 എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിക്കണം. അപ്പൊ നമുക്ക് കൂട്ടി വെക്കാം, ഒറ്റയ്ക്ക് ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വാല്യൂസ് നമ്മൾ കൂട്ടി നോക്കാം.
ഒരു പുതിയ പേജ് എടുക്കുക. 2016 0082 അത് 10 ആണ്. ഓക്കെ, പിന്നെ 1 10 15 15 plus 7 22 2 1 2 plus 5 7 7 plus 4 13 13 plus 2 15 sorry 7 okay 2 plus 5 7 7 plus 4 11 11 plus 2 13 13 plus 9 21 12 വരെ 5 7 9 12 15 17. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 2016 17,220 ആണെന്നുള്ളത് കിട്ടി. ഇങ്ങനത്തെ നില വരുന്നത് 16,000 ആണല്ലേ. 16,220 ആണ് 2016. 16,220 ആണ് 2016. ഇത് ഇങ്ങനെ ഒരു ചെറിയ സ്പേസിൽ കൂട്ടുമ്പോൾ ഏതൊക്കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് മാറിക്കൊണ്ട് കിട്ടുന്നത്. ഇത് 2018 അതുപോലെ കൂട്ടിക്കോളൂ. 0 2 4 6 6 plus 6 12 12 plus 19 20. Two 2 4 4 plus 6 10 6 plus 16 18 22 5 7 10 13 15 17. എത്ര കിട്ടുന്നത്? 17,210. ഇത് 2016 ആ ടോട്ടൽ ബിൽഡിങ്ങുകളുടെ എണ്ണം. ഇത് 2018 ടോട്ടൽ ബിൽഡിങ്ങുകളുടെ എണ്ണം. ഇത് ചോദിച്ചിട്ടുള്ളത് ഈ ഈ ബിൽഡിങ്ങിന്റെ എത്ര പെർസെന്റേജ് ആണ് ഇത് എന്നുള്ളത്. ഈ എണ്ണത്തിന്റെ എത്ര പെർസെന്റേജ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്? 16,220 by 17,210 into 100 എന്നുള്ളതാണ് പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും 17,210 എന്നുള്ള നമ്പറിന്റെ 100% എത്രയാണ്? ഈ നമ്പറാണ്. ഓക്കെ, ഇതാണ് അതിന്റെ കംപ്ലീറ്റ്. 17,210ന്റെ 100% ആണ് ഈ ഒരു നമ്പർ 17,210 എന്നുള്ളത്. അപ്പൊ ഈ 16,220 അടുത്തെത്തിയിട്ടുണ്ട് അല്ലെ? കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. 16,220 എന്നുള്ളത് ഭയങ്കര അടുത്തെത്തിയിട്ടുള്ള ഒരു നമ്പറാണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഓഫ് കോഴ്സ് എന്താണ് ഇവിടെ ഞങ്ങൾക്ക് 2 വഴി ചെയ്യാം. ഒന്നെന്നുള്ളത് ഈ മൊത്തം ഇത് ചെയ്തിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡിവിഷൻ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. 2 എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഈ ബ്രെയിൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതിന്റെയും 9% അല്ലെങ്കിൽ 10% കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ഈ 17,210 എന്നുള്ള നമ്പറിന്റെ 10% ആണ് എന്ത്? 1,721 എന്നുള്ളത്. 1,721 എന്നുള്ളത് 10% ആണ് ഇത്. അപ്പൊ നമുക്ക് ഇത് നോക്കാം. ഇത് വെച്ചിട്ട് ഇതിന്റെ 90% എത്രയാന്ന് മനസ്സിലാക്കാൻ ഈ 1,721 9 കൊണ്ട് ഗുണിച്ചാൽ മതി. 90% എന്നുള്ള ആ ഒരു കട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് എടുത്തിട്ടുള്ളത് ഇത് അത്രയും അടുത്തെത്തിയെന്ന് എനിക്ക് ഷുവർ ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ബ്രെയിൻ യൂസ് ചെയ്യണം. അപ്പൊ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നോക്കി നോക്കാം 90% എത്രയാന്ന് നോക്കാം. 2 9 18 7 into 9 63 63 plus 1 4 1 9 9. എനിക്ക് മനസ്സിലായി 17,210ന്റെ 90% തന്നെ 15,418 ആണ്. 17,210ന്റെ 90% തന്നെ എത്രയുണ്ട്? 15,418 ആണ്. അപ്പൊ 16,220 എന്നുള്ളത് ഈ 90%-നേക്കാളും കൂടുതലല്ലേ? 90%-നേക്കാളും കൂടുതലല്ലേ? അപ്പൊ ഇവിടെ 90%-നേക്കാളും കൂടുതലുള്ള ഒരേ ഒരു ആൻസർ അല്ലേ ഉള്ളൂ. അത് 94% ആണ്. സോ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ഇത്രയും ഡിവിഷൻ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. മനസ്സിലായോ? ഓക്കെ, ഒരാൾ ചോദിക്കും. എനിക്കൊരു നോയ്സ് കയറി വരുന്നടക്ക്. ആ 15,000 ആ 16,000 വലുതായോണ്ട് എങ്ങനെ 94 എടുക്കാം? ക്ലിയർ അല്ല കേട്ടോ. എനിക്കിവിടെ നോയ്സ് ഭയങ്കര ഡിസ്ട്രാക്ട് ആയിട്ടാ കേൾക്കണേ. ഒരു എന്താണ് 15,000 മാം ആ പെർസെന്റേജ് ചെയ്യുന്നത് ഒന്നും കൂടെ ഒന്ന് കാണിക്കുവോ?
സാധാരണ പോലെ അല്ലാതെ ആ രീതിയിൽ. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യാൻ സ്ഥലം വന്നു. പൊതുവെ നമ്മൾ എങ്ങനെയാണ് പെർസെന്റേജ് കാണേണ്ടത്? 16,220 ഡിവൈഡഡ് ബൈ 17,210 ഇൻറ്റു 100 എന്നുള്ള രീതിയിലേക്ക് വരിക. ഇവിടുന്ന് ഈ 0 പോകും. പിന്നെ എന്ത് ചെയ്യും? 16,220 ബൈ 17,021 എന്നാവും. 17,021 ഡിവൈഡഡ് ബൈ 16,220. അപ്പം ഇവിടെ നമുക്ക് ഇത്ര വാല്യൂ ഒരുമിച്ച് എടുക്കേണ്ടി വരും. കാരണം എന്തായാലും 1672 1721 പോവില്ല. അപ്പൊ നിങ്ങളെ ബ്രെയിൻ ഇവിടെയും വർക്ക് ആവേണ്ടത് ഈ 1721 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര ഉണ്ടാവും? 17,210 ഉണ്ടാവും അല്ലെ? അപ്പം അതിനോട് അടുത്തുള്ള ഒരു സംഖ്യയാണ് 16,220 എന്നുള്ളത്. നിങ്ങൾ വെറുതെ എന്ത് ചെയ്യാം? 9 കൊണ്ട് ഗുണിച്ച് നോക്കാം. 9 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വരുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമുക്കറിയില്ല, നമുക്ക് 1721 ഗുണപട്ടിക നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകാമെന്ന് നോക്കണം. 2ഉം 3 വെച്ചിട്ടോ 3 വെച്ചിട്ടോ 7 വെച്ചിട്ടോ ഒക്കെ പോകുമോ നോക്കണം. അല്ലെങ്കിൽ ചെയ്യേണ്ടത്, ഓക്കെ, ഇപ്പൊ നമ്മൾ ഹരിക്കാണല്ലോ ചെയ്യുന്നത്. 17,721 എന്നുള്ള നമ്പർ 16,220 ഈ വലിയൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 5 ഡിജിറ്റ് ഒരുമിച്ച് എടുക്കണം. 5 ഡിജിറ്റ് ഒരുമിച്ച് എടുത്തതിന് പിന്നെ നിങ്ങൾ ഈ ഡിവൈഡ് ചെയ്യാൻ നമ്പർ നിങ്ങളൊന്ന് നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ 10 കൊണ്ട് ഗുണിച്ചാൽ 17,210 ആണ്. നമുക്കുള്ളത് 16,220 ആണ്. സോ എന്തായാലും 10 കൊണ്ട് ഗുണിക്കുന്നത് പോവില്ല. പക്ഷെ തൊട്ടടുത്ത സംഖ്യയായ 9 കൊണ്ട് നമുക്ക് ഇതിനെ ഗുണിക്കാൻ പറ്റും. നമുക്ക് 9 കൊണ്ട് ഗുണിച്ചു നോക്കാം. 9 ഇൻറ്റു 1721 അത് നമ്മൾ ചെയ്തു. 15,489 കിട്ടി. പക്കയാണ്. 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിന് മേലേക്ക് പോയിട്ടുമില്ല, ഇതിന് താഴെയുള്ള നമ്പർ കിട്ടിയിട്ടുമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ആൻസർ 9ൽ തുടങ്ങുന്ന ആൻസർ ആണെന്ന് മനസ്സിലാവും. ഇവിടെ തന്നെ മനസ്സിലാവും 9 തുടങ്ങുന്നതാണ്. പിന്നെ ഓപ്ഷനിൽ വന്നിട്ട് 9ൽ തുടങ്ങുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അത് 94 ആണ്. അത് ബബിൾ ചെയ്യാം. ഓക്കെ, ഇനി വേണ്ട നിങ്ങൾക്ക് മൊത്തത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് മൈനസ് ചെയ്യാന്നുള്ളതാണ്. 0 നമുക്ക് പുറത്തെടുത്തോ. 0 10 minus 9 1 11 minus 8 3 പിന്നെ ഇവിടെ 11 minus 4 7 5 minus 5 0 1 minus 1 7 3 1 0 ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? 0 ഇട്ട് കൊടുക്കാം. ഇനി 7 3 1 0 എന്നുള്ളത്. അപ്പൊ 1720 ഇത് നമുക്കൊരു കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. 1721 അടുത്താണോ അല്ല ഇതിൽ ഇതാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് വെറുതെ എന്ത് ചെയ്യാം? അതിന്റെ ഒരു ഹാഫ് ആയിട്ടുള്ള 1721 5 കൊണ്ട് ഗുണിച്ചു നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ സംഖ്യയാണ് വരുന്നത്. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 7310 വലിയ സംഖ്യ ആയിട്ടുള്ള 8605 ആണ് പോകുന്നത്. അപ്പം 5 അല്ല പോകുന്നത് എന്ന് മനസ്സിലായി. ഇവർക്കിടയിലെ വ്യത്യാസം എന്തായാലും 1700 ഇല്ല. 7300 8600 വ്യത്യാസം 1300 ആണ്. 1700 സംതിങ് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലാവും തൊട്ട് താഴെയുള്ള സംഖ്യ ആയിട്ടുള്ള 4ലാണ് ഇത് പോകുന്നത് എന്നുള്ളത്. അപ്പൊ 4 ഇൻറ്റു 172 നിങ്ങൾ അവിടെ ചെയ്താൽ മതി. 1721 ഇൻറ്റു 4 144 248 7428 6884. അപ്പൊ നമുക്ക് കാണണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. പോയിന്റ് ഒന്നും എടുക്കണ്ട, അപ്രോക്സിമേറ്റ്ലി ആണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ട് ഫസ്റ്റ് തന്നെ 9 കൊണ്ട് ഗുണിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പിന്നെ 5 കൊണ്ട് ഗുണിച്ചു എന്നുള്ളതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട്. എങ്കിൽ നിങ്ങൾ ഈ സംഖ്യ നോക്കുക. 16,220 എന്നുള്ളതും 1721 എന്നുള്ള ഈ 2 സംഖ്യകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1721 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 17,210 കിട്ടും. നമുക്ക് വേണ്ടത് 16,220 ആണ്. അപ്പം ഇത് രണ്ടിലും ഇടയിൽ വ്യത്യാസം 1700 ഇല്ല. അപ്പൊ എന്തായാലും ഓഫ്കോഴ്സ് അത് അതിൽ പോകും, 9ൽ പോകും. ഇത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരുപാട് ഗുണനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പ്രൊസീഡ് ചെയ്യും ആ രീതിയിൽ. ഓക്കെ, അപ്പൊ 9ൽ പോകും എന്നുള്ള ഉറപ്പായാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസറിലേക്ക് എത്താം. പക്ഷെ പോരാ, നിങ്ങൾക്ക് ഫുൾ ആൻസർ ഒന്ന് ചെയ്ത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് ബാക്കികൾ ചെയ്യാം. ചെയ്തിട്ട് പിന്നെ 7310 കിട്ടും. അപ്പൊ ഈ 1721 എന്തായാലും അറിയാം 1721 10 കൊണ്ട് ഗുണിച്ചാൽ 17,210 ആണ്. അപ്പൊ അതിന്റെ ഹാഫ് വരിക 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്.
10210 ഹാഫ് എന്നുള്ള പറയുമ്പോൾ ഏകദേശം ഒരു 8500 റേഞ്ചിലായിരിക്കും വരിക. ഓക്കെ, 8500 റേഞ്ചിലേക്ക് അത് വരിക എന്നുള്ളതും നിങ്ങളുടെ ബ്രെയിനിൽ മനസ്സിലാവണം. കാരണം അതിന്റെ നേരെ ഹാഫ് ആണല്ലോ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് 5ൽ പോകുന്നില്ലെങ്കിൽ തൊട്ട് ചെറിയ സംഖ്യയായ 4ലേക്ക് നോക്കുക. 4ൽ ഇപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. റിമൈൻഡർ വരുന്നത് നോക്കണ്ട. കാരണം എന്താണ്? അപ്രോക്സിമേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, പോയിന്റ് നമ്മളോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് 94% ആണ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. സോ ഒന്ന് ഗുണിക്കാൻ അറിയണം എന്നുള്ളതും പിന്നെ ഇന്ന് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ രണ്ട് സംഖ്യ കണ്ടാൽ ഇപ്പൊ നോക്കട്ടെ, 1899 ഒരു 17223 കൊണ്ടൊക്കെ ഗുണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 1723 10 കൊണ്ട് ഗുണിച്ചാൽ തന്നെ എന്തേ വരുള്ളൂ? 10230 വരുള്ളൂ. അപ്പൊ ഇത് 10നേക്കാളും കൂടുതലാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിനെ 10 കൊണ്ട് ഗുണിച്ച് നോക്കണം, അല്ലെങ്കിൽ 11 കൊണ്ട് നോക്കണം. ഇതാണ് ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ തന്നെ 10230 വരുള്ളൂ. അപ്പൊ ഇതെന്താണ്? 10നെ കൊണ്ട് ഗുണിച്ചതിനേക്കാളും കൂടുതലുള്ള സംഖ്യയാണെന്ന് മനസ്സിലാവണം. ഇവിടെ ഇതിന്റെ കേസിൽ ഇത് 10 കൊണ്ട് ഗുണിച്ചാൽ തന്നെ 10210 വരെയുള്ളൂ. പക്ഷെ തന്നിരിക്കുന്ന സംഖ്യ 16,220 ആണ്. അത്രയില്ല, അതിനേക്കാൾ താഴെയാണ്. അതുകൊണ്ട് നമ്മൾ ഓഫ് കോഴ്സ് എന്തിലേക്ക് പോകണം? 9ലേക്ക് പോകണം. ഇവിടെ 11ലേക്ക് പോകണം, ഇവിടെ 9ലേക്ക് പോകണം. കാരണം ഈ ഡിവൈഡറും ഡിവിസറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലാവണം. ക്ലിയർ ആയോ? ക്ലിയർ ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം? ലൈക്ക് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്, ഗുണിച്ച് നോക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിന്റെ 1521 ഒന്നും ഗുണനപ്പട്ടിക എന്തായില്ല, ആരും പഠിച്ചിട്ട് പോകുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ഗുണിച്ചു നോക്കണം, ഇന്ന സംഖ്യയിൽ പോകുന്നുണ്ടോ. കുറച്ച് ടൈം എടുക്കും, എങ്കിലും എന്ത് ചെയ്യണം? ഗുണിച്ചു നോക്കണം. പിന്നെ റാൻഡം ആയിട്ട് 7 8 ഗുണിക്കരുത്. കാരണം എന്താണ്? ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് 10ൽ പോകൂല, അപ്പം 9ൽ പോകുമായിരിക്കും. അല്ലെങ്കിൽ ഇത് 10നേക്കാളും കൂടുതലാണ്, അപ്പൊ 11 വെച്ച് നോക്കാം. അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? കോംപ്ലിക്കേറ്റ് ആയോ? ഇല്ല മാം, മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ഇല്ലേ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ഓവർ ദ ഇയേഴ്സ് ഫ്രം 2020 to 2022 is more than 8,500 in exactly how many terms? അതാണ് ഇവിടുത്തെ ചോദ്യം. 2020 മുതൽ 2022 വരെ ഈ ഒരു ബോക്സ് ആണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. ഈ വർഷത്തിനിടയിൽ എയിലും ബിയിലും സിയിലും ഡിയിലും ഇയിലും എഫിലും ടോട്ടൽ 8500 ബിൽഡിങ്ങുകൾ എവിടെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ കൂട്ടി കൂട്ടി നോക്കാം. അതിൽ ഏതൊക്കെ 8500 മുകളിൽ വരുന്നുണ്ട് എന്നുള്ള എണ്ണം നമുക്ക് മതി. ഇനി അതല്ല, ഇവിടെ എന്താണ്? ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, 3000 തന്നെ എത്രയാണ്? 9000 ആണ്, വിച്ച് ഈസ് 8500-നേക്കാളും വലിയ സംഖ്യ. അപ്പൊ ഇവിടെ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും? 8500-നേക്കാൾ മേലെ പോകും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയാലേ സമാധാനം ഉണ്ടാവൂ എന്നുണ്ടെങ്കിൽ 3300, 3320, 3400 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? എക്സാം ഹാളിന്ന് കൂട്ടി നോക്കാം. എന്തായാലും എന്ത് വന്നു? 10,020 വന്നു. സോറി, 10,020 വന്നു. അത് അപ്പൊ എന്താണ്? 8500-നേക്കാൾ മുകളിലല്ലേ? അപ്പൊ ടൗൺ എയിലുണ്ട്. ഇനി ഇവിടേക്ക് വരാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 3000 ആണെങ്കിൽ എന്താ വരുള്ളൂ? 9000 എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ 2900 ആണ്. അപ്പൊ എന്തായി? 100 കുറഞ്ഞിട്ടുണ്ട്, 8900 ആയിട്ടുണ്ട്. ഇവിടെ 2800 ആണ്, വീണ്ടും 200 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? 8700 ആയിട്ടുണ്ട്. ഇവിടെ 2792 ആണ്. ഓക്കെ, ഇവിടെ 2800 ആണെങ്കിൽ എന്തായേനെ? 8500 നിന്നേനെ. 200 കൂടി കുറഞ്ഞിട്ട് 8500 നിന്നേനെ. പക്ഷെ എന്തല്ല, വീണ്ടും ഒരു 8 കുറഞ്ഞിട്ടുണ്ട്. 2800-നേക്കാൾ 8 കുറഞ്ഞതാണല്ലോ 2792. അപ്പൊ ഇതെന്തല്ല, ഇവിടെ ഇപ്പൊ ഉണ്ടാവുന്ന സംഖ്യ എന്നുള്ളത് 8400 8 പറയുമ്പോൾ 92 ആയിരിക്കും ഇവിടെയുള്ള സംഖ്യ എന്നുള്ളത്. അഥവാ 8500-ലേക്ക് 8 കുറവുണ്ട്. 8500-ലേക്ക് 8 കുറവുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. കൂട്ടി നോക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, 2 9 17 പിന്നെ 7 24 2 4 6 8. അതന്നെ നമുക്ക് അവിടെ കിട്ടിയത് 8492 എന്നുള്ളത്. ഇപ്പൊ എന്താ? 8500
ഇല്ല. അപ്പൊ നമുക്ക് എന്തില്ല, ബി ഇല്ല, എ ഉണ്ട് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് സംഖ്യയിലേക്ക് വരാം. 3000 3000 3000 ഇവിടെ തന്നെ 9000 ഉണ്ട്. അപ്പൊ 3000-നേക്കാൾ എബവ് ഉള്ള സംഖ്യ ആണെങ്കിൽ എന്തായാലും 8500-നേക്കാൾ മുകളിൽ വരും. പിന്നെ നമ്മളത് കൂട്ടാൻ നിൽക്കണ്ട, വെറുതെ കൂട്ടി എന്ത് ചെയ്യരുത്, സമയം കളയരുത്. കാരണം നമുക്ക് ചെയ്യാനുള്ളത് ഡാറ്റ മാത്രമല്ല, നമുക്ക് എന്തുണ്ട്, വേറെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം പെൻ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാൽക്കുലേഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ ചെയ്യാന്നുള്ളതാണ്. വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ പിന്നെ വന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൺഫേം ചെയ്തോളൂ സമയം ഉണ്ടെങ്കിൽ. പക്ഷെ ഇതെന്ത് ചെയ്യരുത്, ഇതൊന്നും കൂട്ടാൻ നിൽക്കരുത്. 8500-ന് മേലെ ഉണ്ടോ നോക്കാം. കാരണം ഓഫ് കോഴ്സ് എന്താണ്, 3000 തന്നെ 9000 ആയി. പിന്നെ അതെന്തായാലും എന്താണ്, 8500-നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ അതെ 3000 9000 ആയി. പിന്നെ അതെന്താണ്, 8500 കൂടുതലാണ്. അപ്പൊ ഇവിടെ തന്നെ എന്തായി, 3 ടൗൺ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ടൗൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടത്തേക്ക് വരാം. 2320, 2350, 2380. കൂട്ടുന്നവർക്ക് കൂട്ടാം, അല്ലാത്തവർക്ക് ലോജിക്ക് ഉപയോഗിക്കാം. ഇത് മൂന്നും 2500 ആണെങ്കിൽ തന്നെ ടോട്ടൽ 7500 വരുള്ളൂ, 8500 വരില്ല. ഓക്കെ, മൂന്നും 2500 ആണെങ്കിൽ തന്നെ എന്തേ വരുള്ളൂ, ടോട്ടല് 7500 വരുള്ളൂ. മൂന്നും 2500-നേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും, 8500-നേക്കാളും കുറവായിരിക്കും. 8500 അവിടെയും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇവിടുത്തെ കേസിൽ 2500 ഇവിടെ ഉണ്ട്, 2500 ഇവിടെ ഉണ്ട്, 2500 ഇവിടെ ഉണ്ട്. സോ 7500-ലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എത്രയുണ്ട്, 30, 60, 88. അതിനല്ലേ അവിടെ എഴുതാൻ പറ്റുന്നില്ല. 30, 60, അതെത്ര, 90. 90 പ്ലസ് 88, 158 ആയോ. 7500 158 കൂടിയാൽ 8500-ലേക്ക് എത്തൂലല്ലോ, എത്തൂല. അപ്പൊ അവിടെയും എന്തില്ല, 8500 ഇല്ല. സോ ടോട്ടൽ 3 ടൗണുകളിലാണ് ഒരു വർഷം അല്ലെങ്കിൽ 2020 മുതൽ 22 വരെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട ബിൽഡിങ്ങുകൾ, 8500-ന് മുകളിൽ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടുള്ളത് 3 ടൗണിലാണ്. ഒന്ന് എയിലാണ്, മറ്റൊന്ന് സിയിലാണ്, പിന്നൊന്ന് ഡിയിലാണ്. അപ്പൊ 3 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. എന്താണ് ഇത് നിങ്ങൾക്ക് ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പറ്റുന്നില്ലെങ്കിൽ കൂട്ടി നോക്കി, ഇറ്റ്സ് ക്വൈറ്റ് ഫൈൻ. ഓക്കെ, നിങ്ങൾ കൂട്ടി നോക്കിയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്ത് ചെയ്യരുത്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് മനസ്സിലാവും നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചല്ലേ, അല്ലെ. 3000 തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്താണ്, അതൊക്കെ എന്തായാലും 8500 മുകളിലാണ്, ഇതും 8500 മുകളിലാണ്, ഇതും 8500 മുകളിലാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കണം. പിന്നെ ഡൗട്ട് ഉള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, കൂട്ടാൻ നിന്നാൽ മതി. അതല്ലാത്തത് എന്താണ്, കൂട്ടി നോക്കി പിന്നെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വന്നത്. ക്ലിയർ അല്ലേ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്തേ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടൗൺ ഇ ആൻഡ് എഫ് ടുഗദർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ 2021 ആൻഡ് ദാറ്റ് ഇൻ 2017? ഇയും എഫും ഒരുമിച്ചെടുക്കണം കേട്ടോ, ഇയും എഫും ഒരുമിച്ചെടുക്കണം. ഈ എയും ഇയും എഫിന്റെയും കേസിൽ 2021 കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബിൽഡിങ്ങുകളും 2017 കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളുടെയും എണ്ണം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. 2021 കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട ബിൽഡിങ്ങുകളുടെയും 2017 കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട ബിൽഡിങ്ങുകളുടെയും എണ്ണത്തിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന്. ചെയ്തിട്ട് ആൻസർ പറഞ്ഞോളൂ. എങ്ങനെ? 430. 430. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും എന്താണ്, ഈ രീതിയിൽ 2100 പ്ലസ് 2350 കൂട്ടിക്കഴിഞ്ഞാൽ 2017 എത്ര ബിൽഡിങ്ങുകൾ ഉണ്ടായി എന്ന് മനസ്സിലാവും. ഇതുപോലെ 2350-ഉം 2560-ഉം തമ്മിൽ കൂട്ടിയിട്ട് ഈ 2021 എത്ര ബിൽഡിംഗ് ഉണ്ടായി എന്ന് മനസ്സിലാവും. ഈ രണ്ടും തമ്മിലുള്ള എണ്ണം കുറച്ചാൽ എന്ത് ചെയ്യും, ആൻസറിലേക്ക് എത്തും.
അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഡിഫറൻസ് നമുക്ക് എന്തെടുക്കാം? ഈ രീതിയിൽ എടുക്കാം. ഓക്കെ, 2017 വരെയാണെങ്കിൽ ഇവിടെ 2100 ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ 2350 ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ 250 ബിൽഡിംഗ് ആണ് ഇവിടുത്തെ വ്യത്യാസം. 250 ആണ് ഇവിടുത്തെ വ്യത്യാസം എന്നുള്ളത്. ഇനി ഇവിടെ 2380 ഉണ്ട്, ഇവിടെ 2560 ഉണ്ട്. അപ്പൊ 380 560ലേക്കുള്ള വ്യത്യാസം എന്നുള്ളത് 160 ആണ്. 160 അല്ല 180 ആണ്. ഓക്കെ, 180 ആണ്. 180 ആണ്. അപ്പൊ ഇത് കൂട്ടിയാൽ എന്ത് കിട്ടും? 5 and 8 13 430 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അധികം കാൽക്കുലേഷൻ ചെയ്യാതെ ആൻസർ കിട്ടും. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ ആ സമയത്ത് പ്രോസസ് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യാം. ഇത് രണ്ടും കൂട്ടുക, കൂട്ടിയിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുക. ഇവിടെ ഒരു നമ്പർ കിട്ടും, ഇവിടെയും നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ഈ രണ്ട് നമ്പർ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 430 ആയിരിക്കും. അതാണ് അവിടുത്തെ ആൻസർ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ ഞാൻ നിങ്ങളോട് പറയാം, മാക്സിമം എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ കുറഞ്ഞ വഴി നിങ്ങൾ ചൂസ് ചെയ്യുന്നുള്ളതാണ്. കാരണം എവിടെയെങ്കിലൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നാൽ ത്രൂ ഔട്ട് ആ മിസ്റ്റേക്ക് വരും. കാൽക്കുലേഷൻ അധികം ഇല്ലാത്ത മെത്തേഡ് വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് കൂടി പോകുക എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് ടൈം ലാഭിക്കാം. രണ്ട്, ആൻസറിന്റെ അക്യൂറസിയും കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണേ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ടൗൺ ബി ഓവർ ഓൾ ദ 7 years? എല്ലാ വർഷത്തിലും ഈ ബി എന്ന് പറയപ്പെടുന്ന ഈ ടൗണിൽ എത്ര ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ എല്ലാ വർഷത്തെയും കണക്ക് പ്രകാരം? ഒന്നുമില്ല, ഇത് എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ കൂട്ടുക. ഇങ്ങനെ കൂട്ടുമ്പോ പിന്നെ എടുക്കുക, എല്ലാം 2500 മുകളിലാണ്. ഈ രീതിയിൽ കൂട്ടിയാൽ മതി. 2500, 5000, 7500, 10,000, 12,500, 15,000, 17,500. എന്താണ് 17,500 മേലുള്ള വാല്യൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. തന്നിരിക്കുന്ന ഓപ്ഷനിലൊക്കെ 17,500 മേലെയാണ്, അതുകൊണ്ട് കാര്യമില്ല. പിന്നെ നോക്കുക, ബാക്കിയുള്ള വാല്യൂ എടുക്കുക. ഇവിടെ 2,500 പിന്നെ 68 ആണുള്ളത്, ഇവിടെ 140 ആണുള്ളത്, ഇവിടെ 170 ആണുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് വാല്യൂ എടുത്തിട്ട് കൂട്ടുക. 2500 പ്ലസ് 2568 പ്ലസ് 2640 പ്ലസ് 2670 പ്ലസ് 2792 പ്ലസ് 2800 പ്ലസ് 2000. 0 1 6 4 10 20 27 7 10 12 18 24 24 32 32 39 48 6 8 10 12 14 16 18 18,870. ഇതാണ് അവിടുത്തെ ആൻസർ. ഇതെല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? യെസ്. നമ്മൾ ഒരു ഡാറ്റ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ആണത്? എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ് ഇടുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് കണ്ടിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ മാത്സ് തറവല്ല, ഞാൻ അങ്ങനെ പറയുന്നല്ല, നെഗറ്റീവ് അടിക്കുന്നില്ല കേട്ടോ. മാത്സ് കുറച്ച് തറവാണെങ്കിൽ ഡാറ്റ അത്ര പ്രശ്നം ഉണ്ടാവില്ല. കുറെയൊക്കെ നമുക്ക് നമ്മുടെ ബ്രെയിൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് എന്ത് ചെയ്യും? ഡാറ്റന്റെ സ്പീഡ് കൂടും. ഞാനും കംപ്ലീറ്റ് എന്താണ് ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് വന്നത്.
പക്ഷെ ഞാൻ നെറ്റ് എക്സാം എഴുതി, എനിക്ക് എന്റെ നെറ്റ് എക്സാമിൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും ഡാറ്റ ഇന്റർപ്രിറ്റേഷനിലൊക്കെ എന്തുണ്ട്, ഫുൾ മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്തുണ്ട്, എനിക്ക് JRF കിട്ടിയിട്ടുണ്ട്. സോ അതെന്താണ്, അത്ര വലിയൊരു ബാലി കയറാൻ മടിയൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, എഫേർട്ട് എടുത്താൽ നമുക്ക് എന്തായാലും ഡാറ്റ, ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, ഈ മൂന്നിന്റെ സ്കോർ നമുക്ക് ഗ്യാരണ്ടിയാണ്. നമുക്ക് അത് അറിയെങ്കിൽ നമുക്ക് അവിടെ ഗ്യാരണ്ടിയാണ്. പക്ഷെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇതുവരെ കേൾക്കാത്ത ഏതെങ്കിലുമൊക്കെ ഫിലോസഫറുടെ തിയറി ഓഫ് മെമ്മറി അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇടയ്ക്ക് ഒന്ന് കടുപ്പിക്കാറുണ്ട്, ഇടയ്ക്ക് ഭയങ്കര ലിബറൽ ആവാറുണ്ട്. അവിടെ ഒരു അൺസർട്ടൈനിറ്റിന്റെ എലമെന്റ് അവിടെ ഉണ്ട് അവിടുത്തെ സ്കോറിൽ. പക്ഷെ അത്രത്തോളം അൺസർട്ടൈനിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും ലോജിക്കൽ റീസണിങ്ങിലും ഇല്ല എന്നുള്ളതാണ്. ലോജിക്കൽ റീസണിങ്ങിലേക്ക് നിങ്ങൾ ആ ഫാലസിയും ആ രീതിയിൽ ആ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ഒക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ സ്കോർ കിട്ടും. അത് അതിന്റെ ഒരു നാച്ചർ അങ്ങനെയാണ്. അവിടെ എന്തില്ല, ഒരു സബ്ജക്റ്റീവ് എലമെന്റ് ഒന്നും കയറി വരുന്നില്ല. അത് ആ മെത്തേഡ് ചെയ്താൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ചെയ്യാൻ അറിയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ കൂടുതൽ ടഫാണെന്ന് കരുതുന്ന ഈ ഒരു ഏരിയ ആണ് നമ്മളെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, സ്കോർ ഗ്യാരണ്ടി തരുന്നതും അതുപോലെ തന്നെ നമ്മൾ നെറ്റ് അടിക്കണോ JRF അടിക്കണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നതും. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കുറച്ചുകൂടി എളുപ്പമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഇത് പുതിയൊരു ഡാറ്റയാണ്, നെക്സ്റ്റ് ഡാറ്റ. The following table shows the number of tourists who visit different cities by using different modes of travel. Based on the data in the table, answer the question that follows. The average number of tourists who travel by train. അപ്പൊ നമ്മൾ ഇന്നലെ ആവറേജ് കാണാൻ പഠിച്ചിട്ടുണ്ട്. ആവറേജ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ആവറേജിന്റെ ഇക്വേഷൻ? ആവറേജ് ഈസ് ഈക്വൽ ടു Sum of numbers by total number. സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ ടേംസ്, നമ്പർ ഓഫ് ടേംസോ അല്ലെങ്കിൽ സം ബൈ നമ്പർ നടക്കാം. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുള്ളത്, ട്രെയിനിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ടൂറിസ്റ്റുകളുടെ ശരാശരി എണ്ണം. അപ്പൊ ട്രെയിൻ എന്നുള്ള ഈ ഒരു കോൾ എടുക്കുക, ഇതിന്റെ സം എടുക്കുക, ഇതിന്റെ സമ്മിനെ എത്ര നമ്പർ ഉണ്ട്, 1 2 3 4 5 6 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് അതിന്റെ ആവറേജ് എന്നുള്ളത്. അതൊന്ന് ചെയ്തേ. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി നമുക്ക് നോക്കേ. ഓപ്ഷൻ സിയിലേക്ക്